وأدركنا يا حبيب الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ ഒരു അമലായി നമ്മുടെ ഈ മജ്ലിസ് നമ്മെ എന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ദീർഘസമയം സംസാരിക്കുന്നില്ല. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളുടെ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലും പല ഭാവത്തിലും അവൻ്റെ പരീക്ഷണങ്ങളും പരീക്ഷകളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത്. പ്രതിജ്ഞ എന്ന് പറയുന്നത് കൊണ്ടുള്ള താല്പര്യം അതൊരു തരം വാക്ക് കൊടുക്കലാണ്. ആ വാഗ്ദാനത്തിന് ലംഘനം കൽപ്പിക്കാൻ പാടുള്ളതല്ല. സൃഷ്ടാവായ അല്ലാഹുവിന് നമ്മൾ കൊടുക്കുന്ന പ്രതിജ്ഞ ഒരു നിലക്കും അതിലൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത വിധം നമ്മൾ അല്ലാഹുവിലേക്ക് കൊടുക്കുന്ന പ്രതിജ്ഞ. ഈ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന നമ്മൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് തുടങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും യശസ്സിനും വേണ്ടി മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ എന്തെങ്കിലും ഒരു ലംഘനം കാണിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മളെ എങ്ങനെയാണ് ശിക്ഷിക്കുക എന്ന് കൃത്യമായ ബോധ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആരും അതിന് വിലങ്ങ് കൽപ്പിക്കാൻ പോകാറില്ല. എന്നാൽ എല്ലാ ഭരണഘടനകളെയും അടക്കി ഭരിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് എല്ലാ മുസ്ലിമീങ്ങളും നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എല്ലാവരും സുബഹി നിസ്കാരം മുതൽ അല്ലാഹുവിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതിജ്ഞയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇത് നമ്മൾ അല്ലാഹുവിനോട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ്. ആ കൊടുക്കുന്ന വാക്കിനോട് നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കിയിരിക്കും അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ഓരോന്നും. നമ്മൾ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോ, സുബഹി നിസ്കാരത്തിന് വരുമ്പോ സൃഷ്ടാവായ അല്ലാഹുവിനോട് പറയുകയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരെ മുൻനിർത്തുകയാണ്. ആരുടെ മുമ്പിലാണ്? അല്ലാഹുവിന്റെ മുമ്പിൽ. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ഫതറസ് സമാവാതി വൽ അർള, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന രക്ഷിതാവായ അല്ലാഹുവിലേക്ക് എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ മുൻനിർത്തുകയാണ്. എങ്ങനെയാണ് ഈ പ്രകൃതിയെ പടച്ചവൻ പരിപാലിച്ചിട്ടുള്ളത്? ആർക്കും ഒരു എതിരഭിപ്രായവും പറയാൻ പറ്റാത്ത വിധത്തിൽ വളരെ കൃത്യമായി പടച്ചു പരിപാലിക്കുന്ന രക്ഷിതാവായ അല്ലാഹുവിലേക്ക്
ഞാൻ മുൻനിർത്തിയിട്ട് ഞാൻ അള്ളാഹുവിലേക്ക് വാക്ക് കൊടുക്കുകയാണ്. ഞാൻ അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നവനല്ല, ഞാൻ അള്ളാഹുവിന് പങ്കുകാരനുണ്ടെന്ന് പറയുന്നവനല്ല, ഞാൻ ഇലാഹിന് കൂട്ടുകാരനുണ്ടെന്ന് പറയുന്നവനല്ല. ഇങ്ങനെ നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നാം കൊടുക്കുന്ന വാക്കിന്റെ ഏറ്റവും കാതലായ ഭാഗമാണിത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ആരാധനയും എന്റെ സകലമായ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. നാം ചെയ്യുന്ന എത്രയോ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് നമ്മൾ അല്ലാഹുവിന് വാക്ക് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ പൊരുള് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ എൻ്റെ നിസ്കാരം കൃത്യമായി അല്ലാഹുവിലേക്ക് തന്നെയാണോ സമർപ്പിക്കുന്നത്? നമ്മൾ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോ ഇമാമിന്റെ കൃത്യം വലതുഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഞാൻ എന്നും സുബഹിക്ക് ജമാഅത്തിന് വരുന്ന ആളാണെന്ന് ഈ നാട്ടുകാരൊന്ന് കാണട്ടെ എന്ന ഒരു ചിന്ത വന്നാൽ ആദ്യം തന്നെ നമ്മൾ പ്രതിജ്ഞക്ക് വിരുദ്ധത കൽപ്പിച്ചയാളായി പോയി. ഇനി ഏത് ഇബാദത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, നാം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന ചര്യകൾ വരെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മഈശത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഹലാലായ ജോലി വരെ നിയത്ത് വെച്ചാൽ ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അപ്പൊ നല്ല രൂപത്തിൽ വജ്ജഹത്ത് എല്ലാം ഓതിയ ഒരാള് രാവിലെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ട് മത്സ്യം വെക്കുന്നു. അയാൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഫോർമാലിൽ ബദരിയ മത്സ്യം ഇന്നലെ കൊണ്ടുവന്നതാന്ന് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ അയാളും അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞക്ക് വിരുദ്ധത കൽപ്പിച്ചയാളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നാം ചെയ്യുന്ന ഓരോ ജോലികളും നമ്മൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, ചെയ്യുന്ന ഇബാദത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നാം അല്ലാഹുവിന് കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കി തരുമാറാകട്ടെ. അപ്പോൾ ആ പ്രതിജ്ഞക്ക് വിരുദ്ധത കൽപ്പിക്കുന്നത് മൂലം നമുക്ക് അല്ലാഹുവിൽ നിന്ന് പല പരീക്ഷണങ്ങളും വരികയുണ്ടായി. അതുകൊണ്ടാണ് കൊടുക്കുന്ന വാക്കിന്, റബ്ബിന് കൊടുക്കുന്ന വാക്കിന് നിങ്ങൾ വലിയ പവിത്രത കാണിക്കണമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ പാഠം നമ്മിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് മഹത്തുക്കളുടെ ജീവിതം അവരെ മാതൃകയാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും വലിയ തഖ്വയുള്ള ആളാരാണ്? ഈ ലോകത്തിൽ കഴിഞ്ഞുപോയ ആളുകളിൽ ഏറ്റവും മുത്തഖിയായ ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് കണ്ട ഏറ്റവും വലിയ മുത്തഖിയായ ആൾ. ആ ഹബീബായ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് മഹത്തുക്കൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ആകാശത്ത് മേഘങ്ങൾ ഇരുണ്ടുകൂടിയാൽ ഹബീബായ തങ്ങൾ സുജൂദിലാണ്. അവിടുന്ന് അതാ ഗ്രഹണം സംഭവിച്ചാൽ ഹബീബായ തങ്ങൾ സുജൂദിലാണ്. ആകാശം കറുത്തിരുണ്ട് വന്നാൽ ഹബീബായ തങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു കിടക്കുകയാണ്. ഇറങ്ങാനിരിക്കുന്നത്, പെയ്യാനിരിക്കുന്നത് അദാബാണോ റഹ്മത്താണോ എന്നറിയുന്നത് വരെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയ ആളുകൾ, വരാനിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും നൽകിയ പാഠം
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനിരിക്കുന്നത് അദാബാണോ റഹ്മത്താണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല. ആ റബ്ബിനോട് ശുക്ർ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആളുകളാകണമെന്നാ ആ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ റബ്ബിനോട് എത്രത്തോളം നീതിയുള്ള ആളാകണം, അല്ലാഹുവിനോട് എത്രത്തോളം ശുക്ർ ചെയ്യുന്ന അടിമയാകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ അമലുകൾ കബൂലാക്കണം അല്ലാഹ്. പിന്നീട് കഴിഞ്ഞു വന്ന മുത്തഖീങ്ങൾ മഹത്തുക്കൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. ഹബീബായ തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ റബ്ബിലേക്കുള്ള സ്നേഹം കൊടുക്കേണ്ടത്, റബ്ബിലേക്കുള്ള വഴി എങ്ങനെയാണോ കൊടുക്കേണ്ടത്, ആ പാഠം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അതുപോലെ പിന്തുടർന്ന് എങ്ങനെയാണ് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചതാ. അതുകൊണ്ടാണ് ആ മഹത്തുക്കളെ ഇന്നും നമ്മൾ അനുസ്മരിക്കുന്നത്. കൃത്യമായി അല്ലാഹുവിലേക്കുള്ള വഴി എങ്ങനെ എന്ന് പഠിപ്പിച്ചത് അവരാണ്. അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു, അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് കാണിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്രത്തോളം ശുക്ർ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോ ഇസ്രായേലിൻ്റെയും പലസ്തീനിൻ്റെയും ഒക്കെ വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ അവരുടെ ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരു ഫലസ്തീനിയോട് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറയാ. നിങ്ങളൊന്ന് ആലോചിച്ചു, പണ്ട് ഗൾഫിൽ വെച്ചൊരു ആക്സിഡന്റ് കണ്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബൈക്ക് സ്പീഡിൽ വന്നിട്ട് ബൈക്കിൽ നിന്ന് വീണിട്ട് ഒരു 3-4 മറിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ആ അറബി ആദ്യം എണീറ്റ് പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. വേറൊന്നും പറ്റിയില്ലല്ലോ, നമ്മളൊന്നും പറ്റണ്ട. വെറുതെ രാവിലെ അങ്ങാടി കാണുന്ന ഒരാളോട് എന്തൊക്കെ ആചാര്യ വിശേഷം എന്ന് ചോദിച്ചാൽ തീർന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാകില്ല. ഷുഗർ 400 കടന്നിട്ടുണ്ട്, ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരിക. എന്നാൽ ഷുഗർ അങ്ങനെ കയറി പോകുന്നുണ്ടെങ്കിലും നടക്കാനുള്ള ആഫിയത്ത് തന്ന അല്ലാഹുവിനെ ഓർത്തോ. ഞങ്ങളാരെയും കുറ്റപ്പെടുത്തൽ കേട്ടോ, എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഞാൻ ആദ്യം എൻ്റെ നഫ്സിനോട് ഞാൻ വസിയത്ത് ചെയ്യണം, അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ ശുക്ർ ചെയ്യുന്ന അടിമകളായിരിക്കണം. ഏത് വലിയ വിപത്ത് വന്നാലും ഇതിനേക്കാളും കഷ്ടത അനുഭവിക്കുന്ന വേറെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള ചിന്തയായിരിക്കണം നമുക്ക് ആദ്യം വരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിച്ചില്ലേ, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തക്ക് അറിയപ്പെട്ട ആളെ, നിങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നബിയല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, നന്ദിയുള്ളൊരു അടിമയാവണ്ടേ എന്നല്ലേ ചോദിച്ചത്. അല്ലാഹുവേ, ഞങ്ങളെ നന്ദിയുള്ള അടിമകളാക്കി മാറ്റിത്തരണം അല്ലാഹ്. അപ്പോൾ മഹത്തുക്കളുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് നമുക്ക് മാർഗനിർദ്ദേശം നൽകാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗം സഹിച്ചത് അവിടുത്തെ ഉമ്മത്തിനൊരു വഴി കാണിച്ചു തരാനാണ്. ഹബീബായ തങ്ങളുടെ പാത പിന്തുടർന്ന് മഹത്തുക്കൾ കാണിച്ചു തന്നത് നാം അവരുടെ പാതയിൽ പ്രവേശിച്ചുകൊണ്ട് വിജയം കൈവരിക്കാനാണ്. ആ മഹത്തുക്കളുടെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ എത്ര ത്യാഗം സഹിച്ച ആളുകളാണ്, എത്ര വേദന സഹിച്ച ആളുകളാണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും ദീനി വിജ്ഞാനത്തിൽ വ്യാപൃതനായ ഇമാമുന ശാഫഈ തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഹത്തുക്കൾ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹത്തുക്കളെ കുറിച്ച് പഠിക്കാനുണ്ട്. അവരൊക്കെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും പല വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും അവരാരോടും പരാതി പറഞ്ഞില്ല. എങ്കിലും അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് ദീനിൽ സഈ ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അതാണ് മഹത്തുക്കളുടെ ജീവിതം നമുക്ക് പാഠമാകുന്നത്. അവരവരുടെ ജീവിതം ദീനിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചപ്പോൾ അവരെ ഓർക്കുന്ന
ഒരു ജനതയെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നൽകുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയി. ഞാൻ ആ പ്രവർത്തകനെ കുറിച്ച് ഗഫൂർ ഖാന്റെ അടുത്ത് നിന്ന് അറിഞ്ഞത് അയാൾ ആരേറ്റും അങ്ങനെ വല്ലാതെ ബന്ധപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഗവുമായി മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരാൾ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളൊക്കെ കണ്ടോലായിരിക്കും. മരണപ്പെട്ടപ്പോൾ എത്ര ആളുകളാണ് മയ്യത്ത് നിസ്കാരത്തിന് കൂടിയത്? എന്തുകൊണ്ടാണ്? ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന വഴിയിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹു ഫത്ഹ് നൽകി. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ഇവിടെ കെടാതെ സൂക്ഷിച്ചപ്പോൾ അള്ളാഹു ഫത്ഹ് നൽകി. ഞങ്ങളുടെ നാട്ടിൽ കൊളപ്പുറാണ് എൻ്റെ നാട്. ഒരു ഫായിസ് ഉണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. SSFന്റെ പ്രവർത്തകനായിരുന്നു. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയി. 19 വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇന്നും ലോകത്ത് എല്ലാ കലാലയങ്ങളിലും ഫായിസിനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്. ഫായിസിനെ കുറിച്ചുള്ള പുസ്തകം വായിച്ച ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? പേര് ഫായിസ്, വയസ്സ് 19, ദേശം കൊളപ്പുറം എന്നൊരു പുസ്തകം. ഫായിസിന്റെ ഓർമ്മക്കുറിപ്പ് വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ലഭ്യമാണ് ആ പുസ്തകം. ഓൺലൈനിലൊക്കെ വായിക്കാൻ കിട്ടും. നിങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. അതുവഴി നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം, ഏത് വഴിയിലേക്ക് നമ്മളെ മക്കളെ വിടണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കാട്ടിക്കൂട്ടുന്നതിലൊന്നുമല്ല, ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇനിയൊരു ലോകം വരാണ്ട്. ആ ലോകത്ത് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് അപ്പം മനസ്സിലാവും. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തിയൊന്നും പറയാത്തത് ഒരു സുഖമില്ല, അതുകൊണ്ടാണ്. സൗണ്ടിനൊരു സുഖമില്ല, അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളെയൊക്കെ ജീവിതം ഏത് രൂപത്തിലാണ് നമ്മൾ കൃത്യമായി നമ്മൾ ജീവിച്ച് കാണിച്ചത്. നമ്മളെ ജീവിതം വേറൊരാൾക്ക് മാതൃകയാക്കാൻ പറ്റണം. അതാണ് ആ ഫായിസ് മരണപ്പെട്ട സമയത്ത് ഞങ്ങളെ നാട്ടിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു മയ്യത്ത് നിസ്കാരം ആരും കണ്ടിട്ടില്ല. വൻ ജനാവലിയായിരുന്നു. അതുപോലെ പുതിയ കാലത്ത് വിജയിക്കാൻ പിന്നെ വേറെന്താ നമുക്ക് വേണ്ടത്? അപ്പോൾ കൃത്യമായി നമ്മുടെ മകൻ സഞ്ചരിക്കുന്ന പാത ഏത്, നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴി ഏത്, നന്മയുടെ വഴി ഏത്, തിന്മയുടെ വഴി ഏത്, ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മക്കൾ കാരണം നരകത്തിൽ പോകുന്ന ഉപ്പമാരായി മാറരുത്, ഉമ്മമാരായി മാറരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾ കാരണം സ്വർഗത്തിൽ പോകുന്ന ഉമ്മമാരും ഉപ്പമാരുമാക്കി തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു നാട്ടിൽ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ വാപ്പാൻ്റെ മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, ആരാ ഇമാമക്കുക? എന്തുകൊണ്ടാണ് വാപ്പ മരിച്ചാൽ മകനുണ്ടെങ്കിൽ മകൻ തന്നെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയാൻ്റെ പൊരുളെന്താണ്? വാപ്പാൻ്റെ ജനാസയുടെ അടുത്ത് നിസ്കരിക്കുമ്പോൾ ആ മകൻ്റെ ഉള്ളറിഞ്ഞുള്ളൊരു പ്രാർത്ഥന വരാറുണ്ട്. അത് വേറെ ആരും നിസ്കരിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ്. അതിന് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ വേണ്ടേ? ഞാൻ വീണ്ടും പറയും, നിങ്ങളാരും കുറ്റപ്പെടുത്തുകയല്ല. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, മക്കൾക്ക് പഠനം കൊടുക്കുമ്പോൾ അവരേത് മേഖലയിൽ വളരണം. ഭൗതികം വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഭൗതികം വേണം. മതവിദ്യാഭ്യാസം മറന്നുകൊണ്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം വലിയ ആപത്താണ്. ഒരു മദ്രസ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ പോയി, ഫത്ഹ മുബാറക്. അപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ, ചേരാൻ വന്ന കുട്ടികൾ നിറയാ, ഫുള്ളാണ് മദ്രസ. അപ്പം ഞാൻ അവിടുത്തെ ഉസ്താദിനോട് സന്തോഷം പറഞ്ഞു. ഉസ്താദ് എന്നോട് തിരിച്ചു പറഞ്ഞു, ഈ സന്തോഷമൊക്കെ 1ാം ക്ലാസ്സിലേ ഉള്ളൂ, തുടക്കത്തിലേ ഉള്ളൂ. ഒരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ഉസ്താദുമാരുള്ള മദ്രസയാണ്. നമുക്ക് സമയമില്ല.
വിദ്യാഭ്യാസം വേണം, ബൗദ്ധിക വിദ്യാഭ്യാസം വേണം, വേണ്ട എന്നൊന്നുമല്ല. മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി മഹാനവറുകൾ പറഞ്ഞില്ലേ, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ്. എത്ര ഭംഗിയുള്ള വാഹനമാണെങ്കിലും ബ്രേക്ക് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു വാഹനമാണ് ഭൗതിക വിദ്യാഭ്യാസം. ആത്മീയത ഇല്ലെങ്കിലോ പിന്നെ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ മരിച്ചു കിടന്ന എൻ്റെ മകൻ തെറ്റുകൂടാതെ ഫാത്തിഹ ഓതി നിസ്കരിക്കാൻ അറിയുന്ന ഒരു മകനാക്കിയിട്ട് ഞാൻ വളർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ മകൻ എൻ്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് യാസീൻ ഓതിയിട്ട് കരഞ്ഞു ദുആ ചെയ്യാൻ പറ്റുന്ന മകനെ ഞാൻ വളർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനൊന്നും നമുക്ക് ആർക്കും സമയം കിട്ടാറില്ല. നമ്മളൊക്കെ പുതിയ കാലത്തിന്റെ പിന്നാലെയാണ്. നമ്മളിപ്പോ ഇങ്ങനെ വാർത്ത വായിക്കും, ഇസ്രായേൽ ഫലസ്തീനിൽ ബോംബിട്ടു, അവിടെ ഒരുപാട് പാവങ്ങൾ മരണപ്പെട്ടു, നമ്മളിങ്ങനെ വാർത്ത വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വാർത്ത വന്നാൽ നമ്മളത് മറന്നുപോയി. പിന്നെ നമുക്ക് ആ ചിന്തയില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്ക് മാറ്റം വരിക. അതാണ് ഗസാലി ഇമാമ പറഞ്ഞത്, മനുഷ്യന്മാർ നന്നാവുന്ന ചില കോലങ്ങളെ കുറിച്ച് ഇഹിയയിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ മനുഷ്യൻ, ചില ആളുകൾ ഉണ്ടാവും, ആ വിഭാഗം ചെറുപ്പം മുതലേ നന്മയുടെ വഴിയിൽ പ്രവേശിച്ച ആളുകളായിരിക്കും. ചില ആളുകളോ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ അവർ നന്മയുടെ വഴിയിലായിരിക്കും. നാട്ടിൽ വലിയ ഗുണ്ടായിസം കാണിച്ച് നടന്ന ആള് പെട്ടെന്ന് ലേശം രക്തം ഛർദ്ദിക്കുന്നു, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ്, പിന്നെ അയാൾ നന്നായി, പിന്നെ അയാൾ ഒരു വേണ്ടാത്തരത്തിനും പോകുന്നില്ല. അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ നന്മയുടെ വഴിയിലേക്ക് പ്രവേശിച്ചു പോയി. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ നന്മയുടെ വഴിയെ കുറിച്ച് ആലോചിക്കുന്നത്. ഗസാലി ഇമാം പറഞ്ഞതാ. അപ്പോൾ ആദ്യം മുതലേ നന്മയുടെ വഴിയിൽ പ്രവേശിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നന്മയുടെ വഴി നാം മാത്രമല്ല, നമ്മളെ തലമുറകളെ കൂടി പഠിപ്പിക്കാനും നമുക്ക് ഭാഗ്യം വേണം. അപ്പോഴാണ് കൃത്യമായി ഫാത്തിഹയും യാസീനൊക്കെ ഓതാൻ പറ്റിയ നല്ല നല്ല മക്കളെ നമുക്ക് ലഭിക്കുക. അതിനാണ് നമ്മുടെ പണ്ഡിതന്മാർ മുഴുവനും, ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് പോലും, നമ്മുടെ ഈ മജ്‌ലിസുകൾ പോലും നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചെന്നാണ്. എന്തിനു കാണിച്ചെന്നാണ്? ഓരോ നാട്ടിലും നന്മയുടെ വെളിച്ചം